9 വോട്ടുകളിൽ 82 വോട്ട് UDF പിടിച്ചു. തൊട്ട് പിന്നാലെ LDF അത് EVM കൗണ്ട് ചെയ്തപ്പോൾ 2479 വോട്ടുകളുടെ KKSLന്റെ ലീഡ് നേടി. ഇപ്പോൾ അത് UDF ഷാഫി വീണ്ടും ലീഡ് പിടിക്കുന്നു. 979 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ ഷാഫി പറമ്പില്ല. അങ്ങനെ വളരെ വേഗത്തിൽ വോട്ടെണ്ണം പുരോഗമിക്കുന്നു. ലീഡ് നില മാറി പറയുന്നു. രാജ്യത്താകെ 508 സീറ്റിലെ വോട്ടെണ്ണലാണ് ഇപ്പോൾ ആദ്യ ലീഡിൽ ഉൾപ്പെട്ട നമുക്ക് കിട്ടുന്നത്. കെ സുധാകരനെ പിന്നിലാക്കി 864 വോട്ടുകളുടെ ലീഡ് നേടിയിരിക്കുന്നു. MK രാഘവൻ 80 വോട്ടിൽ കുറെ നേരം തുടർന്നു. പക്ഷേ ഇപ്പോൾ 3000-ഓടടുക്കുന്ന ലീഡ്. കണ്ണൂരിൽ ശക്തമായ പോരാട്ടമെന്നുള്ള സൂചനയാണ് ആദ്യഘട്ടം നൽകുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നുവെന്ന് ഇപ്പോഴത്തെ പല സൂചനകളിൽ നിന്ന് അനുമാനിക്കാം. 82 കോൺഗ്രസ് മുന്നിലാണ്. ഇന്ത്യ സഖ്യം 196 മണ്ഡലങ്ങൾ. കുറെ കൂടി കടുത്ത പോരിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? കാരണം പടിപടിയായി കുറഞ്ഞ് 290-ലേക്ക് NDAയുടെ ലീഡ് നില ചുരുങ്ങുകയാണ്. 196 ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ് നില ഉയരുകയാണ്. പ്രശാന്ത്, തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ് 206 ഇപ്പോൾ ഉയരുന്നു. 196 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുകയായിരുന്നു. നേരത്തെ ഇപ്പോൾ 6 സീറ്റുകളിൽ കൂടി ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ലീഡ് BJP